ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നലത്തെ കളക്ഷനാണ്, അതായത് മെയ് 10 ശനിയാഴ്ച. അപ്പോൾ ഇന്നലെ ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളും വളരെ വലിയൊരു കളക്ഷനാണ് നേടിയിരിക്കുന്നത്. നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ആയാലും ലാലേട്ടൻ്റെ തുടരും ആയാലും മറ്റ് ചെറിയ സിനിമകളായിട്ടുള്ള പടക്കളം, സർക്കിട്ട്, എല്ലാ സിനിമകൾക്കും ഇതുവരെ ഉള്ളതിലെ ഏറ്റവും വലിയ കളക്ഷനാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കളക്ഷനിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സുരാജിൻ്റെയും ഷറഫുദ്ദീൻ്റെയൊക്കെ സിനിമയായിട്ടുള്ള പടക്കളം നോക്കാം. പടക്കളം ഡേ 3 ആയിരുന്നു ഇന്നലെ. ഇപ്പോൾ ഡേ 3 സാറ്റർഡേ കേരളത്തിൽ നിന്നും വന്നിരിക്കുന്നത് 55 ലക്ഷം രൂപ ഗ്രോസാണ്. അപ്പോൾ ഇതുവരെയുള്ള 3 ദിവസത്തിലെ ഏറ്റവും ഉയർന്ന ഗ്രോസാണ് ഇന്നലെ വന്നത്. അപ്പം 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും പടക്കളം 1,19 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റായിട്ട് നല്ലൊരു കളക്ഷൻ തന്നെയാണിത്. പിന്നെ നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കളക്ഷൻ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. ഓവർസീസിലെ കളക്ഷൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി യാതൊരു ഡേറ്റയും ഇല്ല. അപ്പോൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 3 ദിവസം കൊണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് വേൾഡ് വൈഡ് 1,34 ലക്ഷം രൂപയാണ് പടക്കളം കളക്ട്. അതിനുശേഷം നമ്മുടെ ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ നോക്കുവാണെങ്കിൽ പടക്കളത്തിൻ്റെ അത്രയും നല്ലൊരു ഹോൾഡ് ഈ സിനിമയ്ക്കില്ല. എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ തന്നെ വരുന്നുണ്ട്. സർക്കിട്ടും ഡേ 3 തന്നെയാണ്. അപ്പോൾ ഡേ 3 സാറ്റർഡേ കേരളത്തിൽ നിന്നും സർക്കിട്ട് വന്നിരിക്കുന്നത് 30 ലക്ഷം രൂപ ഗ്രോസാണ്. അപ്പോൾ ടോട്ടൽ 3 ഡേയ്സ് കൊണ്ട് കേരളത്തിൽ നിന്നും 91 ലക്ഷം രൂപയാണ് സർക്കിട്ടിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും, അതായത് കേരളത്തിന് പുറത്തുള്ള ബാക്കി സ്റ്റേറ്റുകളിൽ നിന്നും 8 ലക്ഷം രൂപയും, അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 99 ലക്ഷം രൂപയും. 3 ദിവസം കൊണ്ട് അറൗണ്ട് 1 കോടി രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കളക്ഷൻ നോക്കാം. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഡേ 2 ആയിരുന്നു. അപ്പോൾ ഡേ 2 സാറ്റർഡേ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് 1,08 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്നലെ 1 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം മിനിഞ്ഞാന്നത്തെക്കാളും കുറച്ചും കൂടി നമുക്കൊരു ഉയർച്ച കാണാൻ പറ്റും. അതിനുശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വലിയൊരു ജമ്പ് കാണാൻ പറ്റും. അപ്പോൾ ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 35 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് ഏകദേശം എസ്റ്റിമേഷൻ പ്രകാരം 1,40,000 US$, അതായത് 1,19 ലക്ഷം രൂപയാണ് ഇന്നലെ ഡേ 2 ഓവർസീസ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഡേ 2 ഇന്നലെ മാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി വേൾഡ് വൈഡ് 2,62 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുവരെയുള്ള 2 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള 2,04 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യ 53 ലക്ഷം, അതുപോലെ തന്നെ ഓവർസീസ് 2,02,000 US$, അതായത് ഓൾമോസ്റ്റ് 1,72 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 2 ദിവസം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി 4,29 ലക്ഷം രൂപ, അറൗണ്ട് 4,30 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ സൺഡേയിലെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 6 കോടിക്ക് മുകളിൽ പോകുമെന്ന് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അതിനുശേഷം അവസാനമായിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഇപ്പോഴും ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 സിനിമയായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തുടരും നോക്കാം. തുടരും ഇപ്പോൾ ഇറങ്ങിയിട്ട് 16 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 16 സാറ്റർഡേ കളക്ഷൻ നോക്കുവാണെങ്കിൽ ഇന്നലെ കേരളത്തിൽ നിന്നും മാത്രം വന്നിരിക്കുന്നത് 3,85 ലക്ഷം രൂപയാണ്. ഇത് വലിയൊരു റെക്കോർഡാണ്. കാരണം ഓൾമോസ്റ്റ് 90 കോടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇപ്പോഴും ഒരു 4 കോടി റേഞ്ചിൽ ഒരു സിനിമയ്ക്ക് കളക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്തത്രയും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 3,85 ലക്ഷം. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്നലെ വന്നിരിക്കുന്നത് മലയാളം വേർഷൻ മാത്രം 30 ലക്ഷവും തമിഴ് വേർഷൻ 35 ലക്ഷവുമാണ്. അപ്പോൾ ഇന്നലെ തമിഴ് വേർഷൻ റിലീസ് ചെയ്തിട്ട് 2ാമത്തെ ദിവസമായിരുന്നു. ഫസ്റ്റ് ഡേ 32 ലക്ഷമായിരുന്നു വന്നത്. ഇപ്പോൾ സെക്കൻഡ് ഡേ വന്നപ്പോഴത്തേക്കും അത് 35 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുന്നു. അപ്പം തമിഴിലും ഒരു പോസിറ്റീവ് ട്രെൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇന്നലെ ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 65 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് ഇന്നലെ വന്നിരിക്കുന്ന ഏകദേശം എസ്റ്റിമേഷൻ പ്രകാരം 2,90,000 US$, അതായത് ഏകദേശം 2,42 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇന്നലെ മാത്രം ഡേ 16 മാത്രം തുടരും വേൾഡ് വൈഡ് 6,13 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം 16 ദിവസത്തെ ടോട്ടൽ നമ്മുടെ തുടരത്തിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 90,13 ലക്ഷം, അതായത് കേരള ഗ്രോസ് ഇൻഡസ്ട്രിയിട്ട് അടിച്ചിരിക്കുന്നത് നമ്മുടെ 2018 89,60 ലക്ഷം എന്നുള്ള ഗ്രോസിനെയൊക്കെ മറികടന്ന് ഇപ്പോൾ 90 കോടി മാർക്കും മറികടന്നിരിക്കുന്നു. ഇപ്പോൾ ടോട്ടൽ 90,13 ലക്ഷം രൂപയാണ്
അപ്പോൾ എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി കടക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി കടക്കുന്ന സിനിമയായിട്ട് തുടരും മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ നോക്കുവാണെങ്കിൽ 17 കോടി 7 ലക്ഷം. അപ്പോൾ അവിടെയും വലിയൊരു നമ്പേഴ്സ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 17 കോടി മാർക്ക് അവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഓവർസീസ് നോക്കുവാണെങ്കിൽ 10.32 മില്യൺ, അതായത് ഒരു വലിയ കളക്ഷനാണ്. 10 മില്യൺ മാർക്ക് മറികടന്നിരിക്കുന്നു. ഓവർസീസിൽ നിന്ന് ഏകദേശം ഇന്ത്യൻ മണി 87 കോടി 73 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതും മലയാളത്തിലെ ഓൾ ടൈം സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓവർസീസ് ഗ്രോസ് ആണ്. ഇനി ടോട്ടൽ വേൾഡ് വൈഡ് നമ്മുടെ തുടരും 16 ദിവസം കൊണ്ട് കളക്ഷൻ വന്നിരിക്കുന്നത് 194 കോടി 93 ലക്ഷം രൂപയാണ്. അതായത് അറൗണ്ട് 195 കോടി രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത് വെറും 16 ദിവസം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ സൺഡേയിലെ കളക്ഷൻ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും 200 കോടി മാർക്ക് വേൾഡ് വൈഡ് മറികടക്കും. എന്തൊരു വലിയ കളക്ഷനാണല്ലേ. അപ്പോൾ എന്തായാലും ഇതൊരു ഫൈനൽ ഒരു 250 കോടി എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ കഴിയുവാണ്. അപ്പോൾ നമുക്ക് നാളെ ഇതേ സമയത്ത് ഇതേ സിനിമകളുടെ പുതിയ കളക്ഷനും സൺഡേയിലെ കളക്ഷനും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.